നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചോ വയനാട്ടിലെ ദുരന്ത ബാധിതരെക്കുറിച്ചോ ആരും ഒരക്ഷരം മിണ്ടാൻ പാടില്ല. ഇതേക്കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നവരെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്താൻ സർക്കാരിനോ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്കോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഈ ഉമ്മാക്കിയൊക്കെ കണ്ട് പേടിച്ചിരിക്കാൻ ഇത് കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയല്ല, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കലാപാഹ്വാനമായിട്ടാണ് ഭരണകൂടം കാണുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ ഉരുൾപൊട്ടൽ. നൂറുകണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും കവർന്നെടുത്ത ആ ദുരന്തം നടന്നിട്ടിപ്പോൾ മാസങ്ങൾ 5 പിന്നിട്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാക്കുതർക്കങ്ങൾക്കൊടുവിൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള സമഗ്ര പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്, മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലായി 2 ടൗൺഷിപ്പുകൾ വികസിപ്പിച്ച് 1000 ചതുരശ്ര അടിയിലുള്ള വീടുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പണം നൽകുന്നതിന് പകരം വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് വ്യക്തികളും സംഘടനകളും സന്നദ്ധത പ്രകടിപ്പിച്ചത്. അതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകും. കത്തോലിക്ക സഭ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, രാഹുൽ ഗാന്ധി, അഖിൽ മാരാർ, മുസ്ലിം ലീഗ്, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, കാന്തപുരം ഉസ്താദ്, നാഷണൽ സർവീസ് സ്കീം, ഗോകുലം ഗ്രൂപ്പ്, ഓർത്തഡോക്സ് സഭ, വേൾഡ് മലയാളി കൗൺസിൽ, DYFI, യൂത്ത് കോൺഗ്രസ് ഇവരൊക്കെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ HRDS, ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന NGO ഓഗസ്റ്റ് 3-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. ഗുണഭോക്താക്കളുടെ പട്ടികയും വീടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിയും കണ്ടെത്തി നൽകിയാൽ എത്ര പേർക്കാണോ വീടുകൾ നഷ്ടപ്പെട്ടത് അത്രയും പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന പദ്ധതി രേഖയായിരുന്നു അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചത്. വെറുതെ ഒരു പദ്ധതി രേഖ സമർപ്പിക്കുകയല്ല, മറിച്ച് 2 കിടക്കമുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൗട്ടും താഴത്തെ നിലയിലും പുറത്തുനിന്ന് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ മുകൾ നിലയിൽ പാചകം ചെയ്യാനുള്ള സൗകര്യത്തോടെ ഒരു കിടപ്പുമുറിയും ശുചിമുറിയും ബാൽക്കണിയും അടക്കമുള്ള വീടിന്റെ പ്ലാൻ ഉൾപ്പെടെയാണ് സമർപ്പിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് താമസ സൗകര്യമൊരുക്കാനും അതിലൂടെ വീട്ടുടമയ്ക്ക് ഒരു വരുമാനം കണ്ടെത്താനുമാണ് ഓരോ വീടുകൾക്ക് മുകളിലും പാചക സൗകര്യമുള്ള മറ്റൊരു മുറി കൂടി HRDS ഒരുക്കിയത്. മാത്രമല്ല, ആരാധനാലയങ്ങളും സ്കൂളും കളിസ്ഥലവും അടക്കമാണ് HRDS വിഭാവനം ചെയ്തത്. വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീടുകൾ നൽകുകയും അവരുടെ തുടർന്നുള്ള ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു ടോട്ടൽ റീഹാബിലിറ്റേഷൻ്റെ ഒരു പദ്ധതിയാണ് HRDS കേരള ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ നമ്മൾ ഒരു പ്രാഥമികമായ ഒരു പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. തുടർന്ന് കൂടുതലായിട്ടുള്ള ചർച്ചകളും അതൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ HRDS അവിടെ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊരു 2 മുറിയും ഒരു ഹോളും അടങ്ങുന്ന ഒരു താഴ്ത്ത നിലയിൽ ആ വീട്ടിലുള്ള ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് താമസിക്കാനും അവരുടെ 2ാമത്തെ നിലയിൽ ഗസ്റ്റുകളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗസ്റ്റുകളെന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ഈ ടൂറിസം മേഖലയാണ്. അപ്പോൾ ഇവർക്കൊരു ദൈനംദിന ചെലവുകൾ കഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രൂപത്തിൽ ടൂറിസം ഇതിൻ്റെ ഒരു സാധ്യത കൂടെ ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഇവർക്കുണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പദ്ധതി രേഖ കൈപ്പറ്റിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് HRDSന് നന്ദി അറിയിക്കുകയും ചെയ്തു.
എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് യാതൊരു അറിയിപ്പുകളും കിട്ടിയിട്ടില്ല എന്നാണ് HRDS അധികൃതർ പറയുന്നത്. പൊതുഖജനാവിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ 10 പൈസ പോലും ചിലവാകാതെയുള്ള പദ്ധതിയാണ് HRDS മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെയും സർക്കാർ മുഖം തിരിച്ചത് എന്തിനാണെന്ന് കരാർ ഊരാളുങ്കലിനും മേൽനോട്ടം കിഫ്ബിക്കും നൽകിയതിലൂടെ നമുക്ക് മനസ്സിലാകും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അതായത് 1 സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. ഒരു ശരാശരി ആഡംബര വീട് നിർമ്മിക്കാൻ പോലും ഈ നിരക്ക് ചിലവാകില്ല എന്നിരിക്കുമ്പോഴാണ് ആർക്കും യാതൊരു എത്തും പിടിയും കിട്ടാത്ത സർക്കാരിൻ്റെ ഈ കണക്ക്. ഇതൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ അറിയണം. വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കുകയും ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുകയും ചെയ്തിരുന്നെങ്കിൽ അത് സുതാര്യമായിരുന്നു. മേൽനോട്ടത്തിന് സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ അറസ്റ്റും റെയ്ഡും ഒന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.